tips for you A to Z. This video is non-tip video. I have a dress അതിന്റെ റിവ്യൂ ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. ഞാൻ സ്വതവേ അങ്ങനെ ഡ്രസ്സ് എടുക്കാനൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ മഹാപിഷ്കത്തിയാണ്. ഡ്രസ്സുകൾ എടുക്കും, പക്ഷേ ഞാൻ ഡ്രസ്സ് എടുക്കുമ്പോൾ ഏറ്റവും കുറഞ്ഞ റേറ്റിന് നല്ല ഡ്രസ്സ് നോക്കിയിട്ടാണ് ഞാൻ എടുക്കാറ്. ഇപ്പോൾ മാരേജിന് ശേഷമാണെന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് ഹസ്ബൻഡ് പറയാറുണ്ട്, നീ നിനക്ക് ഇഷ്ടമുള്ളത് എടുത്തോ, റേറ്റ് കുറവിൻ്റെ നോക്കണ്ട. പക്ഷെ എനിക്ക് അങ്ങനെ ഒരുപാട് റേറ്റിൻ്റെ എടുക്കാനായിട്ട് ഇഷ്ടമല്ല. വേറെ ഒന്നും കൊണ്ടല്ല, ഇപ്പോൾ റേറ്റ് കുറവിൻ്റെ ആണെന്നുണ്ടെങ്കിൽ ഞാനൊരു 3-4 വട്ടം ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാനത് അധികം പുറത്തേക്ക് ഇടൂല, അപ്പോഴേക്കും അത് ഒരുവിധം കേടായിട്ടുണ്ടാവും. 3-5 വട്ടമൊക്കെ ഇടുള്ളൂ. റേറ്റ് കൂടുതലിൻ്റെ എടുത്താലും സെയിം ടൈം തന്നെ ഞാൻ ഇടുള്ളൂ. അപ്പം പിന്നെ വെറുതെ ഇങ്ങനെ റേറ്റ് കൂടുതലിൻ്റെ എടുക്കണമെന്ന് വെച്ചിട്ട് ഏറ്റവും റേറ്റ് കുറവിൻ്റെയാണ് ഞാൻ ചെല്ലുമ്പോൾ തന്നെ ചോദിക്കുക, റേറ്റ് കുറവിൻ്റെ ഡ്രസ്സ് എന്ന് പറഞ്ഞിട്ട് അതിൽ നിന്ന് നല്ലത് നോക്കിയിട്ടാണ് ഞാൻ എടുക്കാറുള്ളത്. അപ്പോൾ ഇവിടെ ആകുമ്പോൾ നമുക്ക് നാട്ടിൽ കിട്ടുന്ന ഒരു 1000-ൻ്റെ ഡ്രസ്സൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ അതൊരു 2500-നൊക്കെയാണ് അങ്ങനത്തെ ടോപ്പൊക്കെ ഇവിടെ കിട്ടുക. അപ്പം ഞാൻ തീരെ ഇവിടെ വന്നതിന് ശേഷം ഡ്രസ്സ് എടുക്കാറില്ല, ഹസ്ബൻഡ് നിർബന്ധിക്കുമ്പോൾ മാത്രമേ എടുക്കാറുള്ളൂ. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ നാട്ടിൽ നിന്ന് നമ്മൾ അങ്ങനെയൊന്നും ഡ്രസ്സുകൾ ഇങ്ങോട്ട് കൊണ്ടുവരാറുമില്ല. കാരണം ഇവിടെ വന്നിട്ട് ഞങ്ങൾ അങ്ങനെയൊന്നും പുറത്തേക്കൊന്നും പോവാറില്ല. ഇപ്പം മോനൊക്കെ ഇങ്ങനെ ബോറടിക്കുമ്പോൾ ചുമ്മാ ഒന്ന് പുറത്ത് പോകുന്നല്ലാണ്ട് ആദ്യമൊന്നും അങ്ങനെ പോവാറില്ല. കാരണം ഹസ്ബൻഡിന് ഓഫൊക്കെ കുറവായിരുന്നു. അപ്പോൾ ഡ്രസ്സ് അധികം നാട്ടിൽ തന്നെയാണ് വെച്ചിരിക്കുന്നത്. പിന്നെ ഇവിടെ വന്നതിന് ശേഷമാണ് യൂട്യൂബ് ചാനൽ തുടങ്ങിയപ്പോഴാണ് ഡ്രസ്സുകളുടെ കുറച്ചും കൂടി ആവശ്യം വന്നിട്ടുള്ളത്. കാരണം ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ഡ്രസ്സ് ഇട്ട് അപ്പം നിങ്ങൾക്കും ബോറടിക്കും എന്നുള്ളതിൽ ഡ്രസ്സ് എടുക്കാനായിട്ട് നാളെ മാളിയെ പോയിപ്പോൾ ഡ്രസ്സ് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഹസ്ബൻഡിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു, ഇവിടെ റേറ്റ് കൂടുതലാണ്, നമുക്ക് ചെറിയ വല്ല ഷോപ്പിൽ പോയിട്ടുണ്ടെങ്കിൽ റേറ്റ് കുറവിന് കിട്ടും, അങ്ങനത്തെ ഡ്രസ്സൊക്കെ മതി, വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടല്ലേ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ റേറ്റ് കുറവിൻ്റെ അവിടെ കണ്ടിരുന്നു, പക്ഷെ എനിക്കത് ഇഷ്ടമായില്ല. 10 ദിർഹത്തിൻ്റെ കണ്ടിരുന്നു, പക്ഷെ അതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 1 ടൈം യൂസിനൊക്കെ പറ്റിയിട്ടുള്ളൂ. അങ്ങനത്തെ ഒട്ടും ക്വാളിറ്റി അല്ലാത്ത ഡ്രസ്സാണ്. അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു, ഇത്രയും റേറ്റിൻ്റെ കുറവിൻ്റെ എടുക്കുന്നേക്കാൾ നല്ലത് കുറച്ച് റേറ്റിൻ്റെ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പുറത്തൊക്കെ പോകുമ്പോൾ ഇടാമല്ലോ, റേറ്റ് കുറവിൻ്റെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 1 ടൈം യൂസിന് പറ്റുള്ളൂ അതൊക്കെ എന്ന് പറഞ്ഞാൽ ആ 10 ദിർഹത്തിൻ്റെ ടോപ്പെല്ലാം ഞാൻ അവിടെ വെച്ചിട്ട് കുറച്ച് റേറ്റ് കൂടുതലിൻ്റെ എടുത്തിട്ടുണ്ട്. റേറ്റ് കൂടുതലെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പോൾ 1500-നൊക്കെ കിട്ടുന്ന ഡ്രസ്സാണ് ഇവിടെ 2500-നൊക്കെ കിട്ടുന്നത്. അത് കാരണമാണ് നമുക്ക് എടുക്കാനായിട്ട് കുറച്ച് മടിയുള്ളത്. ഓക്കെ, പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഓൺലൈനിൽ നിന്ന് കുറേ നാൾ മുൻപ് എടുത്തിട്ടുണ്ടായിരുന്നു 2 ഡ്രസ്സ്. അതിലൊരു ഡ്രസ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. 2 സൽവാറാണ് എടുത്തത്. അപ്പോൾ അതിൽ ഒരു ചുരിദാർ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ അതും കൂടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. എന്നിട്ട് അതിൻ്റെ ലിങ്കും ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ ഫോട്ടോ ഇടാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ആ സൈറ്റിൽ നിന്ന് തന്നെ ഡ്രസ്സ് എടുത്തേക്ക് കേട്ടോ. ഓക്കെ, അത് നല്ലതാണ്. ഞാൻ അങ്ങനെ ഓൺലൈനിൽ നിന്ന് എടുക്കുമ്പോൾ എനിക്ക് 2 എണ്ണം എടുക്കുകയാണെങ്കിൽ ഒരെണ്ണം നല്ലത്, ഒരെണ്ണം പൊട്ടയായിട്ടായിരിക്കും കിട്ടുക. അതുപോലെ തന്നെയാണ് ഇപ്രാവശ്യം വന്നത്. 2 ചുരിദാർ എടുത്തു. അതിൽ ഒരെണ്ണം അവർ പറഞ്ഞ സെയിം ഇതിൽ തന്നെയാണ് വന്നിരിക്കുന്നത്, ഒരെണ്ണം അവർ പറഞ്ഞ അത്ര ക്വാളിറ്റി ഒന്നുമില്ല. അപ്പം ഞാൻ രണ്ടും കാണിച്ചു തരാം. ഓക്കെ, ഇതാണ് ഞാൻ ഫസ്റ്റ് മാളിൽ നിന്ന് എടുത്തത്. നാളെ റുവൈസ് മാളിൽ നിന്ന് പോയിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഇതാണ് ആ ടോപ്പ്. ഇത് മുട്ട് വരെയാണ് ഇതിൻ്റെ ലെങ്ത് ഉള്ളത്. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബെൽറ്റ് മോഡല് കൊടുത്തിട്ടുണ്ട് അവർ. ഒരു മോഡേൺ ടോപ്പാണ് ഇത്, കുഴപ്പമില്ല. ഷർട്ട് മോഡലാണ്, കോളർ നെക്കാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷെ ഈ ഡ്രസ്സ് ഞാൻ ഇന്നലെ ഇട്ട് വീഡിയോ എടുത്തപ്പോൾ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി, നല്ല രസമുണ്ട്, ഒരു വെറൈറ്റി ലുക്ക് ആയിട്ടുണ്ടെന്ന് പറഞ്ഞു. പക്ഷെ സത്യത്തിൽ എനിക്ക് ഈ ഡ്രസ്സ് ഇട്ടപ്പോൾ എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് കംഫർട്ടായിട്ട് തോന്നിയില്ല. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫുൾ സൈസിൽ അങ്ങനെ ഇട്ട് കാണുന്നില്ലല്ലോ. അപ്പോൾ അവിടെ വെച്ച് ഞാൻ ഇട്ട് നോക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഫുൾ സൈസ് കാണുകയാണെന്നുണ്ടെങ്കിലാണ് എനിക്ക് ഒരു കോൺഫിഡൻസ് ഉണ്ടാവുള്ളൂ. ഇത് പിന്നെ ഷേപ്പ് ചെയ്തിട്ടില്ല, അതാണ് സംഭവം. എനിക്ക് ടോപ്പ് നല്ല ഇഷ്ടമായി, ഷേപ്പ് ചെയ്യാത്തതാണ് ഇവിടെ ഓൾട്ടർ ചെയ്യാനായിട്ട് കുറച്ച് പാടാണ്. നാട്ടിൽ പോയതിന് ശേഷമാണ് ഓൾട്ടർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ടോപ്പ് ഇഷ്ടമായി, ഓൾട്ടർ ചെയ്യണമെന്ന് മാത്രം. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നെക്ക് വരുന്നത് കോളർ നെക്കാണ്. സ്ലീവ് 3/4 സ്ലീവ് ആണ് വരുന്നത്. ഷർട്ട് മോഡലാണ്. ഇപ്പോൾ ഇവിടെ ഒരു ബെൽറ്റിന്റെ ഒരു ഇതൊക്കെ കൊടുത്തിട്ടുണ്ട്. മുട്ട് വരെയാണ് ഇതിന്റെ ലെങ്ത്. ഇതിന്റെ മെറ്റീരിയൽ എന്ന് പറയുന്നത് ഷിഫോൺ മെറ്റീരിയൽ ആണ് വരുന്നത്. ഷിഫോൺ മെറ്റീരിയൽ നല്ല ഇടാനായിട്ട് നല്ല കംഫർട്ടാണ് കേട്ടോ ഈ ഡ്രസ്സ്. പിന്നെ ഞാൻ എടുത്തിരിക്കുന്ന ടോപ്പ് ഒരു കുർത്തിയാണ് എടുത്തിരിക്കുന്നത്. ഇത് സെമി കോട്ടൺ ആണ് കുർത്തി വന്നിരിക്കുന്നത്. ഇത് ഫുള്ളായിട്ട് നമുക്ക് ബട്ടൺ വെച്ചിട്ടുള്ളതാണ്. ഇത് മുട്ടിനേക്കാൾ കുറച്ചും കൂടി ലെങ്ത് ഉണ്ടായിരിക്കും. ഇതും 3/4 ലെങ്ത്, 3/4 അല്ല, ഫുൾ സ്ലീവ് ആണ് വന്നിരിക്കുന്നത്. സ്ലീവ് റൗണ്ട് നെക്കാണ്.
ബാക്കിൽ കുറച്ച് ഹൈനെക്ക് ആയിട്ട് ഫ്രണ്ടിൽ മാത്രം റൗണ്ട് നെക്ക് ആണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഫ്രണ്ട് പോർഷനിൽ കുറച്ച് ടക്ക് ഇട്ടിട്ട് ഒരു മോഡലാണ്. ഇതും എനിക്ക് ഈ കളർ നല്ല ഇഷ്ടമായി, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ എടുത്തത്. എനിക്ക് പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കളേഴ്സ് ഉണ്ട്, ഇഷ്ടമുള്ള കളേഴ്സ്. ഇപ്പൊ ഞാൻ എവിടെ പോയാലും ആ കളറിലുള്ള ഡ്രസ്സ് തന്നെ വീണ്ടും വീണ്ടും എടുത്തോണ്ടിരിക്കും. വീട്ടിൽ വരുമ്പോഴായിരിക്കും അയ്യോ ഈ കളർ തന്നെ വീണ്ടും ഉണ്ടല്ലോ എന്ന്. അത് കാരണം സെയിം കളർ തന്നെ എനിക്ക് ഒരു 3-4 ഡ്രസ്സുകളുണ്ട്. എടുത്ത കളർ തന്നെ വീണ്ടും വീണ്ടും എടുത്തോണ്ടിരിക്കുക. അതെന്റെ ഒരു എന്താ പറയാ പൊട്ട സ്വഭാവമാണ്. പിന്നെ ഞാൻ ഓൺലൈനിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു ഡ്രസ്സ് ഇതാണ്. ഇതിന്റെ ലിങ്ക് ഞാൻ ഇടാം. ഇത് എൻ്റെ ഹസ്ബൻഡിന്റെ സെലക്ഷൻ ആയിരുന്നു, എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമായില്ല. അപ്പൊ ഞാൻ നാട്ടിലായിരുന്നു, ഹസ്ബൻഡ് ഇവിടെയും. അപ്പൊ ഹസ്ബൻഡിന് ഇഷ്ടമായിട്ട് എടുത്തതാണ്, ഫ്ലവർ ഒക്കെ അല്ലേ എന്ന് പറഞ്ഞിട്ട് എടുത്തതാണ്. ഇത് ഞാൻ ഇത് മെറ്റീരിയൽ ആണ് എടുത്തത്, കോട്ടൺ മെറ്റീരിയൽ ആണ്. പക്ഷെ അത്രയ്ക്ക് നല്ല കോട്ടൺ അല്ല. ഇത് എന്താ പറയാ പോളി കോട്ടൺ അല്ല, പക്ഷെ അത്രയ്ക്ക് നല്ല കോട്ടൺ അല്ല. ഇത് ഓൺലൈനിലെ സെയിം പ്രൈസ് ആണ് നമ്മൾ കടയിൽ നിന്ന് മേടിക്കുമ്പോഴും. കാരണം ഞങ്ങൾ ഇത് എടുത്തതിന് ശേഷം വിഷുവിന് ഡ്രസ്സ് എടുക്കാനായിട്ട് ഷോപ്പിൽ പോയപ്പോൾ സെയിം മോഡൽ ഡ്രസ്സ് ഞാൻ അവിടെ മെറ്റീരിയൽ കണ്ടു. അപ്പൊ അവരുടെ അടുത്ത് ചോദിച്ചപ്പോൾ ഓൺലൈനിലെ സെയിം പ്രൈസ് തന്നെയാണ്. അവര് സർവീസ് ചാർജ് മാത്രമേ കൂടുതലായിട്ട് മേടിക്കുന്നുള്ളൂ. ഇത് ഞാനിപ്പോ തയ്പ്പിച്ചിരിക്കുന്നത് അവര് പറഞ്ഞിരിക്കുന്ന മോഡലിലല്ല. 3/4 സ്ലീവ് വെച്ചിട്ട് ഫ്രണ്ട് ഓപ്പൺ ആണ് തയ്പ്പിച്ചിരുന്നത്. അന്ന് ബേബി ചെറിയതായിരുന്നു, റൗണ്ട് നെക്ക് ആണ് ഞാൻ തയ്പ്പിച്ചിരിക്കുന്നത്. ഇതെനിക്ക് അത്രയ്ക്ക് ഇഷ്ടമായിട്ടില്ല കേട്ടോ. ഈ മെറ്റീരിയൽ പിക്ചറിൽ കണ്ടത്രയ്ക്ക് റേറ്റിംഗ് ഒന്നുമില്ല. പിന്നെ എനിക്ക് ഓൺലൈനിൽ മേടിച്ചതിൽ നല്ല ഇഷ്ടമായിട്ടുള്ളൊരു ചുരിദാർ, ഈ ചുരിദാർ എനിക്ക് നല്ല ഇഷ്ടമായ ഒരു ചുരിദാറാണ്. ഇത് ആക്ച്വലി ഞാൻ ഇത് എടുക്കാൻ കാരണം എൻ്റെ സിസ്റ്റർ ഉണ്ട്, മേമയുടെ മോള് ഐഷു. അപ്പൊ ഐഷു ഇത് സെയിം കളർ കോമ്പിനേഷൻ സെയിം ഇട്ടിട്ട് വന്നപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പൊ ഞാൻ ഡെലിവറി കഴിഞ്ഞിട്ട് ഇങ്ങനെയൊക്കെ എടുക്കുന്ന സമയമായിരുന്നു. അപ്പോൾ എനിക്ക് പുറത്തൊന്നും പോയി ഡ്രസ്സ് എടുക്കാൻ പറ്റില്ല. അങ്ങനെ ഞാൻ ഓൺലൈനിൽ നിന്ന് ഒരുപാട് സെർച്ച് ചെയ്ത് ആ കളർ കോമ്പിനേഷൻ വെച്ച് സെർച്ച് ചെയ്തിട്ട് എനിക്ക് എടുത്ത ഒരു ഡ്രസ്സാണ് ഇത്. എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട് ഈ ഡ്രസ്സ്. ഇതിന്റെ ലിങ്കും ഞാൻ ഇടാം. ഒരു എന്താ പറയാ പീകോക്ക് ഇതായിട്ട് വരുന്നതാണ്. ഇതും ഞാൻ ഫ്രണ്ട് ഓപ്പൺ ആണ് തയ്പ്പിച്ചിരിക്കുന്നത്. ബാക്കിൽ ഒരു കെട്ടൊക്കെ വെച്ച് റൗണ്ട് നെക്കാണ് തയ്പ്പിച്ചിരിക്കുന്നത്. ഇതും ഒരുപാട് ഇട്ടിട്ടുള്ള ഡ്രസ്സാണ്, പക്ഷെ എല്ലാവർക്കും ഇഷ്ടമായി. ഇത് പ്രൈസിനനുസരിച്ചിട്ടുള്ള മെറ്റീരിയൽ ഉണ്ട്, നല്ല മെറ്റീരിയലാണിത്. ഞാൻ എന്ന് ഓൺലൈനിൽ നിന്ന് എടുക്കുമ്പോഴും അതെ, ഒരെണ്ണം നല്ലത് ഒരെണ്ണം പൊട്ടയായിട്ടായിരിക്കും കിട്ടുക. അപ്പൊ ഇപ്രാവശ്യം അങ്ങനെ തന്നെയാണ്. ഓക്കെ, അപ്പൊ ഇതാണ് ഞാൻ പുതിയതെന്ന് പറയാൻ പറ്റില്ല, 2 ടോപ്പ് പുതിയതെടുത്തതും പിന്നെ ഓൺലൈനിൽ നിന്ന് എടുത്തിട്ടുള്ള 2 ഡ്രസ്സുകളും. പരമാവധി എല്ലാവരും ഓൺലൈനിൽ നിന്ന് എടുക്കാതിരിക്കുകയായിരിക്കും നല്ലത്. കാരണം നമ്മൾ ഷോപ്പിൽ നിന്ന് പോയിട്ട് 2 എണ്ണം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 2 നല്ലത് തന്നെ എടുക്കാൻ പറ്റും. ഇപ്പോൾ ഓൺലൈനിൽ നിന്നാവുമ്പോൾ ഇത് തന്നെയായിരിക്കും സംഭവം. 2 എണ്ണം എടുത്താൽ ഒരെണ്ണം പൊട്ടിയ ഒരെണ്ണം നല്ലതൊക്കെ ആയിരിക്കും, നമ്മുടെ ലക്ക് അനുസരിച്ചിരിക്കും. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് വീഡിയോ നല്ലൊരു ടിപ്പായിട്ട് ഞാൻ വരാം. എൻ്റെ അടുത്ത് ഒരുപാട് പേരായി ചോദിക്കുന്നു മുടി നരയ്ക്കുന്നതിനുള്ള ഹോം റെമഡീസ് ഉണ്ടോ എന്നുള്ളത്. അപ്പോൾ മുടി നര മാറ്റാനായിട്ടുള്ള ഹോം റെമഡീസ് ആയിട്ടാണ് വരുന്നത്. ഓക്കെ, ബൈ, ഇറ്റ്സ് മീ ഗീതു.